പ്രിയമുള്ള കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ തീമിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ്. ഒന്നാമത്തെ തീമിൻ്റെ പേരെന്താണ്? ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്, ഇത് ഹാരപ്പൻ സിവിലൈസേഷൻ. ഏതാണ് ആ അവസാനത്തെ ടോപ്പിക്ക് എന്ന് നമുക്ക് നോക്കാം. ഡിസ്കവറിംഗ് ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ സംസ്കാരത്തെ കണ്ടെത്തൽ എന്നതാണ് ടോപ്പിക്കിൻ്റെ പേര്. എന്തൊക്കെയാണ് ഇതിൽ പഠിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കണ്ണിങ്ഹാംസ് കൺഫ്യൂഷൻ, കണ്ണിങ്ഹാമിൻ്റെ ആശയക്കുഴപ്പം. ആരാണ് കണ്ണിങ്ഹാം? അദ്ദേഹത്തിന് എന്താണ് ആശയക്കുഴപ്പമുണ്ടായത്? എ ന്യൂ ഓൾഡ് സിവിലൈസേഷൻ, ഒരു പുതിയ പഴയ സംസ്കാരം. എന്താണ് ഇങ്ങനെ വിളിക്കുന്നത്? ഏതൊക്കെ പഴയ സംസ്കാരങ്ങളെക്കുറിച്ച് നമുക്കറിയാം? ഈജിപ്ത്, മെസോപ്പൊട്ടോമിയ. ഈജിപ്തും മെസോപ്പൊട്ടോമിയയും കണ്ടെത്തിയതിന് ശേഷം 1924 പുതിയ ഒരു പഴയ സംസ്കാരത്തെ കണ്ടെത്തി, ഒരു പുരാതന സംസ്കാരത്തെ കണ്ടെത്തി. അതിനൊരു പേര് നൽകി, സിന്ധു നദീതട സംസ്കാരം. അതുകൊണ്ടാണ് സിന്ധു നദി തട സംസ്കാരത്തെ സൂചിപ്പിക്കാൻ എ ന്യൂ ഓൾഡ് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. പ്രോബ്ലംസ് ഓഫ് പീസിംഗ് ടുഗദർ ദ പാസ്റ്റ്, ഭൂതകാലത്തെ കൂട്ടിയിണക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം, ഹാരപ്പയിൽ നിന്ന് ധാരാളം മനുഷ്യനിർമ്മിത വസ്തുക്കൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ആർട്ടിഫാക്ട്സ് എന്നാണ് പറയുക. ഈ ആർട്ടിഫാക്ട്സ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യും? മനുഷ്യനിർമ്മിത വസ്തുക്കൾ എങ്ങനെയാണ് തരംതിരിക്കാൻ സാധിക്കുക? ഇതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, ഇങ്ങനെ കണ്ടുകിട്ടുന്ന മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ, ആർട്ടിഫാക്ട്സ്, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? വ്യാഖ്യാനിച്ചാൽ മാത്രമേ ചരിത്രം എഴുതാൻ സാധിക്കൂ. ഇതൊക്കെയാണ് ഈ ടോപ്പിക്കിൽ കൂടി നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ണിങ്ഹാംസ് കൺഫ്യൂഷൻ, കണ്ണിങ്ഹാമിൻ്റെ ആശയക്കുഴപ്പം. ആരായിരുന്നു കണ്ണിങ്ഹാം? ഹി വാസ് ദി ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ഡയറക്ടർ ജനറലാണ് കണ്ണിങ്ഹാം. ഹി ഈസ് കൺസിഡേർഡ് ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി. ഇന്ത്യൻ ആർക്കിയോളജിയുടെ പിതാവായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമുക്ക് നോക്കാം, അദ്ദേഹം എന്ത് പഠനമാണ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്? Cunningham's main interest was in the archaeology of the early historic from 6th century BC to 4th century C. കണ്ണിങ്ഹാമിനെ പഠിക്കാൻ താല്പര്യം 6ാം നൂറ്റാണ്ട് BC മുതൽ 4ാം നൂറ്റാണ്ട് C വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ കുറിച്ചായിരുന്നു. 6ാം നൂറ്റാണ്ട് BC മുതൽ 4ാം നൂറ്റാണ്ട് C വരെയുള്ള ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് പഠിക്കാനായിരുന്നു കണ്ണിങ്ഹാമിന് താല്പര്യം. ഇൻ ഓർഡർ ടു ലൊക്കേറ്റ് early settlement, he used the account of the Chinese Buddhist pilgrim who had visited India between the 4th and 7th century. പുരാതന നഗരങ്ങളെ കണ്ടെത്താൻ വേണ്ടി, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ബുദ്ധമതത്തിൻ്റെ അതിൻ്റെ പിൽഗ്രിംസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. 4ാം നൂറ്റാണ്ട് മുതൽ 7ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ സന്ദർശിച്ച ബുദ്ധമത തീർത്ഥാടകരുടെ വിവരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ആ വിവരണത്തിൽ പറയുന്ന നഗരങ്ങളെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഈ പഠനത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. ഹാരപ്പൻ നഗരങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബുദ്ധമത സന്യാസിമാരുടെ യാത്രാവിവരണങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം
ഏഴാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന് ഫാഹിയാനും ഹുയാൻസങ്ങും ഇത്സങ്ങിൻ്റെ ഒക്കെ ആ കാലത്തിന് 1000 അതിൽ കൂടുതലോ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഡിഫക്ട്സ് ഓഫ് ഹി സ്റ്റഡി. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ പോരായ്മ എന്താണ് നമുക്ക് നോക്കാം. ഹാരപ്പൻ സിറ്റി നോട്ട് എ പാർട്ട് ഓഫ് ആൻഷ്യന്റ് സിറ്റീസ് മെൻഷൻഡ് ബൈ ചൈനീസ് പിൽഗ്രിംസ്. ചൈനീസ് തീർത്ഥാടകർ പരാമർശിക്കുന്ന പുരാതന നഗരങ്ങളുമായി യാതൊരു ബന്ധവും ഹാരപ്പൻ സംസ്കാരങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. He failed to identify the date of Harappan culture. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കാലം പോലും നിർണയിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. He thought that Indian history began with the first cities in the Ganga Valley. അദ്ദേഹം കരുതിയിരുന്നത്, വിശ്വസിച്ചിരുന്നത് ഇന്ത്യയിലെ ആദ്യ നഗരങ്ങൾ ഉയർന്നു വന്നത് ഗംഗാതടത്തിലായിരുന്നു എന്നാണ്. പക്ഷെ നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യ നഗരങ്ങൾ ഉയർന്നു വന്നത് സിന്ധു തടത്തിലായിരുന്നു, സിന്ധു നദീതടത്തിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് സിന്ധു നദീതടത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ നഗരങ്ങൾ ഉയർന്നു വന്നത്, ഹരപ്പ, മോഹൻജദാരോ. അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഹി മിസ്ഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഹാരപ്പ. ഹാരപ്പയുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. എ ന്യൂ ഓൾഡ് സിവിലൈസേഷൻ, ഒരു പുതിയ പ്രാചീന സംസ്കാരം. ദേറാം സാഹിനി കണ്ടക്ടഡ് എക്സ്കവേഷൻസ് അറ്റ് ഹാരപ്പ. ദേറാം സാഹിനി ഹാരപ്പയിലെ ഉത്ഖനനം നടത്തി. സീൽസ് വേർ ഡിസ്കവേർഡ്. സീലുകൾ കണ്ടെടുത്തു. രഖൽദാസ് ബാനർജി അഥവാ R.T. ബാനർജി. രഖൽദാസ് ബാനർജി കണ്ടക്ടഡ് എക്സ്കവേഷൻസ് അറ്റ് മോഹൻജോദാരോ. He found similar seals at മോഹൻജദാരോ. R.D. ബാനർജി മോഹൻജദാരോയിലെ ഉത്ഖനനം നടത്തി. അവിടെ നിന്നും സീലുകൾ കണ്ടുകിട്ടി. ഇത് ഹാരപ്പയിൽ നിന്ന് കണ്ടെടുത്ത സീലിൻ്റെ അതേ മാതൃകയിലുള്ള സീലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹാരപ്പയും മോഹൻജദാരോയും ഒരേ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. These findings lead to the conclusion that these cities were part of a single archaeological culture. Based on these findings, in 1924, John Marshall, Director General of ASI, announced the discovery of new civilization. ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ 1924 ജോൺ മാർഷൽ, അന്നത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ, പുതിയൊരു സംസ്കാരത്തെ കണ്ടെത്തിയതായി പ്രഖ്യാപിച്ചു. അതിനൊരു പേര് നൽകി. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം എന്ന പേരും നൽകി. നമുക്ക് നോക്കാം. ജോൺ മാർഷൽ മാർക്ക്ഡ് എ മേജർ ചേഞ്ച് ഇൻ ആർക്കിയോളജി. ജോൺ മാർഷൽ ഇന്ത്യയിലെ ആർക്കിയോളജിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഹി വാസ് ദ ഫസ്റ്റ് പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ്. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റ്. മാർഷൽ ഫോളോവഡ് ഹൊറിസോണ്ടൽ എക്സ്കവേഷൻ. അദ്ദേഹം പിന്തുടർന്നത് തിരശ്ചീനമായിട്ടുള്ള ഉത്ഖനനമായിരുന്നു. അതായത് ഭൂമിയുടെ മുകളിൽ നിന്ന് തിരശ്ചീനമായി മണ്ണ് മാറ്റിക്കൊണ്ടായിരുന്നു ഉത്ഖനനം നടത്തിയത്. ആൻഡ് ഇഗ്നോറിങ് ദ സ്ട്രാറ്റിഗ്രാഫി ഓഫ് ദ സൈറ്റ്. മണ്ണിൻ്റെ പാളികളെ അദ്ദേഹം പരിഗണിച്ചിട്ടേയില്ല. നിങ്ങളിവിടെ നോക്കൂ, ഒരു ചിത്രമുണ്ട്. ആ ചിത്രത്തിൽ ഒരു മേട്, അഥവാ ഒരു ചെറിയ കുന്നാണ് കാണുന്നത്. ആ കുന്ന് ചെരിഞ്ഞ്, മൺപാളികൾ നോക്കിക്കോ, ചെരിഞ്ഞാണ് ഇരിക്കുന്നത്.
മൺപാളികൾ ചെരിഞ്ഞ്. അപ്പോൾ ഈ സ്ട്രാറ്റിഗ്രാഫി മൺപാളികൾ പരിഗണിക്കാതെ ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് മണ്ണ് മാറ്റുകയാണ്. ഒന്നോ രണ്ടോ പാളികൾ ഒന്നിച്ചാകും. ഒന്നോ രണ്ടോ പാളികൾ തമ്മിലുള്ള കാലഘട്ടത്തിന്റെ വ്യത്യാസം 400-500 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അവിടുത്തെ വസ്തുക്കളിൽ ഒന്നിച്ച് ചിലപ്പോൾ ശേഖരിക്കേണ്ടി വരും. കാലഗണന പോലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കാതെ വരും. സ്ട്രാറ്റിഗ്രാഫിയാണ് ശരിയായ രീതി. പക്ഷേ ജോൺ മാർഷൽ ഫോളോ ചെയ്തത് ഹൊറിസോണ്ടൽ മെത്തേഡായിരുന്നു. അങ്ങനെയുള്ള ഒരു പോരായ്മ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ന്യൂ ടെക്നിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ്, പുതിയ സാങ്കേതിക വിദ്യകളും ചോദ്യങ്ങളും. ഇൻ 1944 R.E.M. Wheeler, Mortimer Wheeler, took the charge of Archaeological Survey of India. He followed stratigraphy of the mount rather than horizontal. മോർട്ടിമർ വീലർ ഉത്ഖനനം നടത്തിയത് സ്ട്രാറ്റിഗ്രാഫി, മണ്ണിന്റെ പാളികളെ പരിഗണിച്ചുകൊണ്ടായിരുന്നു. ഓരോ പാളികളായിട്ടായിരുന്നു. അദ്ദേഹം 1944 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചാർജ് ഏറ്റെടുത്തു. നമുക്ക് നോക്കാം. പ്രോബ്ലംസ് ഓഫ് പീസിംഗ് ടുഗദർ ദ പാസ്റ്റ്. പ്രോബ്ലം ഓഫ് പീസിംഗ് ടുഗദർ ദി പാസ്റ്റ്. ഭൂതകാലത്തെ കൂട്ടിച്ചേർക്കുമ്പോഴുള്ള പ്രശ്നം. ഉത്ഖനനം നടത്തുമ്പോൾ ധാരാളം വസ്തുക്കൾ കണ്ടുകിട്ടും. അത് ഭൂതകാലത്തുള്ള വസ്തുക്കളാണ്. അത് പരസ്പരം കൂട്ടിച്ചേർക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് നോക്കാം. ഹാരപ്പൻ സ്ക്രിപ്റ്റ് ഈസ് നോട്ട് ഹെൽപ്ഫുൾ ടു അണ്ടർസ്റ്റാൻഡിങ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ ലിപി നമുക്ക് ഹാരപ്പയെക്കുറിച്ച് പഠിക്കാൻ ഒരു സഹായവും നൽകുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ബിക്കോസ് ഇറ്റ് നോട്ട് ഡിസൈഫർഡ് ടിൽ ദി ഡേറ്റ്. ഇന്ന് വരെ നമുക്കത് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. വായിച്ചെടുക്കാൻ സാധിക്കാത്ത ഒരു ലിപി നമുക്ക് കിട്ടിയത് കൊണ്ട് ഹാരപ്പയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ ഹാരപ്പയെക്കുറിച്ച് പഠിക്കും? മെറ്റീരിയൽ റിമെയിൻസ് ഹെൽപ്പ് ദി ആർക്കിയോളജിസ്റ്റ് ടു റീകൺസ്ട്രക്ട് ഹാരപ്പൻ ലൈഫ്. ഭൗതിക അവശിഷ്ടങ്ങൾ മാത്രമാണ് ഹാരപ്പയെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് ഉള്ളത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭൗതിക അവശിഷ്ടങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മെറ്റീരിയൽ റിമെയിൻസ്, ഭൗതിക അവശിഷ്ടങ്ങൾ. പോട്ടറി, നമുക്കെല്ലാം അറിയാം. മൺകലം, നമ്മളൊക്കെ കണ്ട് പരിചയമുള്ള മൺകലമാണ്. ഹാരപ്പൻ ജനതയും മൺകലം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ തന്നെ നിങ്ങൾ നോക്കി. എത്ര മനോഹരമായ ഒരു മൺകലങ്ങളാണ്, മിനുസപ്പെടുത്തിയ മനോഹരമായ ചിത്രപ്പണികൾ ചെയ്ത മൺകലങ്ങളാണ്. ഇത് ഹാരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കണ്ടുകിട്ടിയാണ്. അതുപോലെ തന്നെ ടൂൾസ്, ധാരാളം ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും. കുറച്ച് ഉപകരണങ്ങൾ നോക്കാം നമുക്ക്. ഇവിടെ കാണുന്നത് കോപ്പർ മഴു ഒക്കെയാണ് കാണുന്നത് നിങ്ങൾ ചിത്രത്തിൽ. ഇത്തരത്തിലുള്ള ടൂൾസ് നമുക്ക്, ചെമ്പ് പണിയായുധങ്ങൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർണമെന്റ്സ്. ഇവിടെ കാണുന്ന ചിത്രത്തിലൊരു മാലയാണ് നിങ്ങൾ കാണുന്നത്. ഓർണമെന്റ്സ് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മാലകൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഓർണമെന്റ്സ് ഹാരപ്പൻ സംസ്കാരത്തിൽ കിട്ടിയിട്ടുണ്ട്. ഹൗസ് ഹോൾഡ് ഒബ്ജക്ട്സ്, വീട്ടിലെ ഉപകരണങ്ങൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കൂ. ഒരു ഉപകരണം, വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം, ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ നിന്നൊക്കെ ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അടുത്ത കാലം വരെ എല്ലാ വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിനെ നമ്മൾ അരകല്ല്, ആട്ടുകല്ല് എന്നൊക്കെയാണ് പറയുന്നത്. കേൺസ് അല്ലെ, കേൺ എന്ന് പറയുന്ന വസ്തുവാണ്. ഇവിടെ നോക്കൂ. സീൽസ്, ഹാരപ്പയിൽ നിന്നും മോഹൻജദാരോയിൽ നിന്നും ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നെല്ലാം ധാരാളം സീലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഈ സീല് നിങ്ങൾ നോക്കൂ. എത്ര മനോഹരമായിട്ടാണ് ഈ സീല് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സീലിൽ കാണുന്ന മൃഗം ഏതാണ്? ഒരൊറ്റ കൊമ്പുള്ള ഒരു മൃഗം. ഇത് കാളയാണോ കുതിരയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് ഒരു ഒറ്റക്കൊമ്പുള്ള
യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊമ്പനായിട്ടില്ല. സിയിൽ നിന്ന് ഇത്തരത്തിലുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കും. ബ്രിക്സ്, ഹാരപ്പൻ സംസ്കാരത്തിലെ എല്ലാ നഗരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ചുട്ടെടുത്ത ഇഷ്ടിക കൊണ്ടാണ്. ധാരാളം ഇഷ്ടിക നമുക്ക് അവിടുന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കൂ, ഹാരപ്പൻ സംസ്കാരത്തിലെ ഒരു നഗരവീതിയാണ്. ബിൽഡിങ്ങിൻ്റെ ഇടയിലേ കൂടി നടന്നു പോകാനുള്ള ചെറിയ റോഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ധാരാളം ലക്ഷക്കണക്കിന് ബ്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഹരപ്പൻ നഗരം പണിതിട്ടുള്ളത്. സ്റ്റോൺസ്, വിലപിടിച്ച കല്ലുകൾ നമുക്ക് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇവിടെ കാണൂ, ഇവിടെ മുത്തുകൾ, വിലപിടിച്ച കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മുത്തുകളാണ്. നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? ലാപ്പസ് ലസൂളി, ജാസ്പർ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭൗതിക അവശിഷ്ടങ്ങൾ. ഇപ്പം നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? മൺകലം, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ, മുദ്രകൾ, ഇഷ്ടികകൾ, വീട്ട് ഉപകരണങ്ങൾ. ഇങ്ങനെ ധാരാളം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഈ വസ്തുക്കൾ കണ്ടുകിട്ടുമ്പോൾ അത് തരംതിരിക്കണം, ക്ലാസിഫിക്കേഷൻ നടത്തണം. ക്ലാസിഫൈങ് ഫൈൻഡ്സ്, വസ്തുക്കളെ തരംതിരിക്കൽ. വസ്തുക്കളെ തരംതിരിക്കണമെങ്കിൽ ആദ്യം ഈ വസ്തുക്കൾ ശേഖരിക്കണം. എങ്ങനെയാണ് ശേഖരിക്കുക? റിക്കവറിങ് ആർട്ടിഫാക്ട്സ്, മനുഷ്യനിർമ്മിത വസ്തുക്കളെ വീണ്ടെടുക്കണം. റിക്കവറിങ് ആർട്ടിഫാക്ട്സ്. രണ്ടാമതായി, ഇങ്ങനെ വീണ്ടെടുക്കുന്ന വസ്തുക്കളെ ക്ലാസിഫൈ ദ ഫൈൻഡ്സ്, അതിനെ തരംതിരിക്കണം, ക്ലാസിഫൈ ചെയ്യണം. There are two types of principle in the classification. ഇങ്ങനെ തരംതിരിക്കാൻ വേണ്ടി, വർഗീകരിക്കാൻ വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽ. കിട്ടുന്ന വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ, മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച വസ്തുക്കൾ കിട്ടും? സച്ച് ആസ് സ്റ്റോൺസ്, ക്ലേ, മെറ്റൽ, ബോൺസ്, ഐവറി, എക്സെട്ര. അറിയാം, കല്ലുകൾ, കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കൾ, ലോഹങ്ങൾ കൊണ്ട്, അസ്ഥികൾ കൊണ്ട്, അനക്കൊമ്പ് കൊണ്ട്, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കിട്ടും. അതൊക്കെ ആ രീതിയിൽ തരംതിരിക്കാം. രണ്ടാമത്തെ മാർഗം, ക്ലാസിഫിക്കേഷൻ ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻ. ഇൻ ടേംസ് ഓഫ് ഫങ്ഷൻ, ഒരു വസ്തുവിൻ്റെ ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുക്കളെ തരംതിരിക്കും. ഇറ്റ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ്. ഇത് വളരെ സങ്കീർണമാണ്. Archaeologists have to be decide whether an artifact is a tool or an ornament or both or something meant for ritual use. ആർക്കിയോളജിസ്റ്റുകളാണ് തീരുമാനിക്കേണ്ടത് ഒരു വസ്തു, ഒരു മനുഷ്യനിർമ്മിത വസ്തു, അതൊരു ഉപകരണമാണോ, ഒരു ആഭരണമാണോ, അതോ ഇത് രണ്ടും കൂടിയതാണോ, അതുമല്ലെങ്കിൽ മതപരമായ ചടങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുവാണോ. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ പറ്റുക? ഷേപ്പ് ഓഫ് ദ ഒബ്ജക്റ്റ്, ആ വസ്തുവിൻ്റെ ആകൃതി. ഓഫൻ ഷേപ്ഡ് ബൈ ഈസ് റിസംബിൾസ് വിത്ത് പ്രസന്റ് ഡേ തിങ്സ്. ഇന്ന് നമ്മൾ കാണുന്ന വസ്തുവുമായി താരതമ്യം ചെയ്യും. എന്നിട്ട് പഴയ കാലത്ത് അത് എന്തിനായിരിക്കും ഉപയോഗിച്ചിരുന്നതെന്ന് മനസ്സിലാക്കണം. ബീഡ്സ്, മുത്തുകൾ, ഇന്ന് മാലയൊക്കെ നമുക്കറിയാം, അതിൽ മുത്തുകൾ അറിയാം. അപ്പോൾ അതുപോലെയുള്ള വസ്തുക്കൾ കാണുമ്പോൾ നമ്മൾ മുത്തുകളാണെന്ന് മനസ്സിലാക്കും. കേൺ, അരകല്ല്, ആട്ടുകൾ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വീട്ടിലെ മാവൊക്കെ അരക്കാൻ വേണ്ടിയിട്ട്, ധാന്യം പൊടിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, അരച്ചെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് പോട്ട്സ്, കലങ്ങൾ നമുക്കറിയാം, അത് കാണുമ്പോൾ മനസ്സിലാക്കും. ആർ എക്സാമ്പിൾസ്, ഇതൊക്കെയാണ് ഉദാഹരണം. നമുക്ക് നോക്കാം പിന്നെ എങ്ങനെ. ഒന്ന് ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിൽ, രണ്ടാമത് കോണ്ടെക്സ്റ്റ്, സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് കിട്ടി എന്നതിനനുസരിച്ച് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ഇറ്റ് വാസ് ഫൗണ്ട്, ഏത് അവസരത്തിലാണ്, എവിടെ നിന്നാണ് കിട്ടിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇൻ ഹൗസ്, വീട്ടിൻ്റെ അകത്താണോ. ഇൻ ഡ്രെയിൻ, ഇൻ എ ഗ്രേവ്, അഴുക്കുചാലിൽ നിന്നാണോ, ഇൻ എ ഡ്രെയിൻ, ഇൻ എ ഗ്രേവ്. ശവക്കുഴിയിൽ നിന്നാണോ, ശവക്കല്ലറിയിൽ നിന്നാണോ. അങ്ങനെ കിട്ടുന്ന വസ്തുക്കളെ നമുക്ക് അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മൂന്നാമതായിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വസ്തുവിൻ്റെ ഉപയോഗം? ഇൻഡയറക്റ്റ് എവിഡൻസ്, നേരിട്ടല്ലാത്ത
ചില തെളിവുകൾ ലഭിക്കും, പരോക്ഷമായ തെളിവുകൾ. ഫോർ എക്സാമ്പിൾ, ഡിപിക്ഷൻസ് ഇൻ സ്കൾപ്ചർ റിവീൽഡ് ദ യൂസ് ഓഫ് കോട്ടൺ ആൻഡ് ദർ ഡ്രസ് സ്റ്റൈൽ. ചില പ്രതിമകളിലൊക്കെ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടാവും, ഡ്രസ്സ് ധരിച്ചായി ചിത്രീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ കോട്ടൺ ഉപയോഗിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, അവരെ വസ്ത്രധാരണ രീതിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഈ വസ്തുക്കളെ തരംതിരിക്കുക. ഈ മാർഗങ്ങളാണ് ഈ വസ്തുക്കളെ തരംതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി പ്രോബ്ലം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. ഇങ്ങനെ വസ്തുക്കളൊക്കെ നമുക്ക് ലഭിച്ചു, മനുഷ്യനിർമ്മിതമായ വസ്തുക്കൾ കിട്ടി, നമുക്ക് അതൊക്കെ തരംതിരിച്ചു. ഈ തരംതിരിച്ചാൽ മാത്രം പോരാ, അതിനെ വ്യാഖ്യാനിക്കണം. ഇതെന്താണ് വസ്തു, ഇതെന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നൊക്കെ വ്യാഖ്യാനിക്കണം. അതിന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത് പ്രോബ്ലം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ, വ്യാഖ്യാനത്തിൻ്റെ പ്രശ്നങ്ങൾ. ദ പ്രോബ്ലം ഓഫ് ആർക്കിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആർ മോസ്റ്റ് എവിഡൻറ്റ് ഇൻ അറ്റംപ്റ്റ്സ് ടു റീകൺസ്ട്രക്ട് റിലീജിയസ് പ്രാക്ടീസസ്. മതപരമായ കാര്യത്തിന് ഉപയോഗിച്ച വസ്തുക്കളെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരും. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് നോക്കാം. Early archaeologists thought that certain objects which seemed unusual or unfamiliar may have had religious significance. ആദ്യകാലത്ത് ആർക്കിയോളജിസ്റ്റുകൾ അൺയൂഷ്വൽ ആയിട്ടുള്ള, അസാധാരണമായതോ അപരിചിതമായതോ വസ്തുക്കൾ കിട്ടിയാൽ അത് മതപരമായ വസ്തുക്കളാണെന്ന് പറയാറുണ്ടായിരുന്നു, അങ്ങനെ ചിത്രീകരിക്കാറുണ്ടായിരുന്നു. നമുക്ക് നോക്കാം കുറച്ച് ഒബ്ജക്ട്സും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസും. മതപരമായിട്ടുള്ള ചില ഒബ്ജക്ട്സ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, വസ്തുക്കളും വ്യാഖ്യാനങ്ങളും. മദർ ഗോഡസ്, അമ്മ ദൈവങ്ങൾ അഥവാ മാതൃദേവത. ടെറാക്കോട്ട വിമൺ ഹെവിലി ജ്വൽഡ്, സം വിത്ത് എലാബറേറ്റ് ഹെഡ് ഡ്രസ്. കളിമണ്ണിൽ ചുട്ടെടുത്ത സ്ത്രീ രൂപങ്ങളാണ്. ധാരാളം ആഭരണങ്ങളും ശിരോവസ്ത്രങ്ങളും ധരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഈ ചിത്രത്തിൽ ധാരാളം ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഒരു ഹെഡ് ഡ്രസ്സും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് മാതൃദേവതയുടെ പ്രതിമകളാണ് എന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. പ്രീസ്റ്റ് കിങ്, പുരോഹിത രാജാവ്. റെയർ സ്റ്റോൺ സ്റ്റാച്യു ഓഫ് മെൻ, പുരുഷന്റെ അപൂർവമായ ഒരു ശിലാ പ്രതിമയാണ്. ഈ ചിത്രം നിങ്ങൾ നോക്കൂ, മനോഹരമായൊരു ചിത്രമാണ്. ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? കണ്ണുകൾ പാതി അടച്ചിട്ടുണ്ട്, നെറ്റിയിൽ അല്ലെങ്കിൽ തലയിൽ ഒരു റിബൺ പോലെയുള്ള വസ്തു കെട്ടിയിട്ടുണ്ട്. കയ്യിൽ നിങ്ങൾ നോക്കൂ, ഒരു ഉറുക്ക് പോലെയുള്ള സാധനം കെട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് സ്റ്റൈല് നോക്കൂ. ഡ്രസ്സിൻ്റെ സ്റ്റൈല് മാത്രമല്ല, അതിൻ്റെ ചിത്രീകരണം നിങ്ങൾ നോക്കൂ, അതിലെ പ്രിൻറ്റിങ് നിങ്ങൾ നോക്കൂ. ഇപ്പോഴും ഇത്തരത്തിലുള്ള പൂക്കൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇങ്ങനെ കണ്ണുകൾ പാതി അടച്ചിട്ടുള്ള ഈ പ്രതിമ കിട്ടിയപ്പോൾ ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത് ഒരു പ്രീസ്റ്റ് കിങ് ആണ്, പുരോഹിത രാജാവ്. ഹരപ്പയും മോഹൻജാരും ഒക്കെ ഭരിച്ചിരുന്നത് പുരോഹിത രാജാവെന്നൊക്കെ ആണ് പറയുന്നത്. നമുക്കത്ര ഉറപ്പൊന്നുമില്ല, ഇത് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് മാത്രമേ. ഗ്രേറ്റ് ബാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ബാത്ത്, വലിയ കുളിപ്പുര. മേ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിച്വൽ ബാത്ത്. ഇത് മതപരമായ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റെക്ടാങ്കുലർ ടാങ്കാണ് എന്നാണ് കരുതുന്നത്. നോക്കൂ, എത്ര മനോഹരമായി നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കൃത്രിമമായി നിർമ്മിച്ചതാണ്. ഇതിൽ വെള്ളം നിറക്കും. ഇത് ചിലപ്പോൾ അവരുടെ മതപരമായ ആവശ്യത്തിന് ഉപയോഗിച്ചതായിരിക്കാം. എവിടുന്നാണ് ഇത് കണ്ടുകിട്ടിയിരിക്കുന്നത്? മോഹൻജദാരോയിലെ സിറ്റാഡൽ മൗണ്ടിൽ നിന്നാണ്. അടുത്തത് നോക്കാം. ഫയർ അൽത്താർസ്. എന്താ അൽത്താർസ് എന്ന് പറഞ്ഞാൽ? ഹോമകുണ്ഡം. എവിടുന്നാണ് കണ്ടുകിട്ടിയെന്ന് നോക്കാം. കളിബംഗൾ, ലോത്തൽ. രണ്ട് സ്ഥലത്തു നിന്നാണ് ഇങ്ങനെയുള്ള ഹോമകുണ്ഡം കണ്ടുകിട്ടിയിരിക്കുന്നത്. കളിബംഗൾ, ലോത്തൽ. ഇത് ചിലപ്പോൾ മേ ഹാവ് ബീൻ യൂസ്ഡ് ഫോർ റിലീജിയസ് പ്രാക്ടീസസ്, മതപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം. പ്ലാന്റ് മോട്ടീവ്സ് ഇൻഡിക്കേറ്റ് നേച്ചർ വർഷിപ്പ്. നിങ്ങൾ ഓർക്കണം, ധാരാളം സീലുകൾ കിട്ടിയിട്ടുണ്ട്.
Some of the seals see to depict റിച്വൽ സീൻസ്. ധാരാളം സീലുകൾ കണ്ടു കിട്ടിയിട്ടുണ്ട്. അതിൽ ചില സീലുകളിൽ മതപരമായ ചില ചിഹ്നങ്ങളാണ് ഉള്ളത് എന്നാണ് കരുതുന്നത്. അതിലൊന്നാണ് പ്ലാന്റ് മോട്ടീവ്സ് ഇൻഡിക്കേറ്റ് നേച്ചർ വർഷിപ്പ്. സസ്യങ്ങളുടെ ചിത്രീകരണം അവർ വൃക്ഷങ്ങളെ ആരാധിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നത്. അനിമൽ ഡിപ്പിക്റ്റഡ് ഓൺ സീൽ. ചില സീലുകളിൽ മൃഗങ്ങളെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ആനിമൽ വർഷിപ്പ് ആയിരിക്കാം, അവർ മൃഗങ്ങളെ ആരാധിക്കുന്നുണ്ടാവും. ഇന്ത്യയിൽ ഇപ്പോഴും ജനങ്ങൾ വൃക്ഷങ്ങളെയും മൃഗങ്ങളെയൊക്കെ ആരാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളിവിടെ ഒരു സീല് നോക്കുക, സീലിൻ്റെ ചിത്രം നോക്കുക. ഒരു മനോഹരമായ സീലാണ്. ഈ സീലിൽ ഒരു മൃഗമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വൺ ഹോൺ അനിമൽ, യൂണിക്കോൺ, ഒറ്റ കൊമ്പുള്ള ഒരു മൃഗമുണ്ട്. ഇതൊരു പക്ഷേ ഈ മൃഗം ഒരു മതപരമായ ഒരു ആരാധിക്കുന്ന ഒരു മൃഗമായിരിക്കാം എന്നാണ് കരുതുന്നത്. നമുക്ക് അടുത്തത് നോക്കാം. പ്രോട്ടോശിവ. ആരാണ് ഈ പ്രോട്ടോശിവ? ആദിമ ശിവൻ. എ ഫിഗർ ഷോൺ സീറ്റഡ് ക്രോസ് ലെഗ്ഡ് ഇൻ എ യോഗിക് പോസ്റ്റർ surrounded by animals has been regarded as a depiction of proto-Shiva. ആദിമശിവൻ, ശിവന് മുമ്പേയുള്ള ആദിമശിവന്റെ ഒരു രൂപമാണ് ഇതാണെന്ന് കരുതുന്നത്. എങ്ങനെയാണ് ഇരുന്നിട്ടുള്ളത്? എ ഫിഗർ ഷോൺ സീറ്റഡ് ക്രോസ് ലെഗ്ഡ് ഇൻ എ യോഗിക് പോസ്റ്റർ. ഒരു യോഗി ഇരിക്കുന്ന പോലെയാണ്. നമ്മളിങ്ങനെ കാലിൻ്റെ മുകളിൽ കാലൊക്കെ ഇങ്ങനെ വെച്ച് ചമ്രം പടിഞ്ഞ് ആണ് ഇരിക്കുന്നത്. ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു ഉയർന്ന സ്ഥലത്താണ് ഇരിക്കുന്നത്. നിങ്ങൾ കൈകൾ നോക്കൂ. ഷോൾഡർ മുതൽ താഴെ വരെ വളകൾ ധരിച്ചിട്ടുണ്ട്. ധാരാളം മാലകൾ ധരിച്ചിട്ടുണ്ട്. ഒരു 3 ഫേസ് ആണോ അല്ലെങ്കിൽ 4 ഫേസ് ആണോ എന്നൊരു സംശയം. തലയിൽ നോക്കൂ, കൊമ്പോട് കൂടിയ കിരീടം ധരിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചുറ്റും നോക്കൂ. നമുക്കറിയുന്ന മൃഗങ്ങളാണ് ഇതിൻ്റെ ചുറ്റും ഉള്ളത്. നിങ്ങൾ ഏതൊക്കെ മൃഗങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? ഒന്ന് നോക്കിയേ, ഏതൊക്കെ മൃഗങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം മൃഗങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദേവനായിരിക്കാം. ഇതിന് പേര് നൽകിയിട്ടുള്ളത് പ്രോട്ടോശിവ, ആദിമശിവൻ എന്നാണ്. നമുക്ക് നോക്കാം. ഈ മതപരമായിട്ടുള്ള ചില വസ്തുക്കൾ അല്ലെങ്കിൽ മതപരമാണെന്ന് പറയുമ്പോൾ തന്നെ അത് മതപരം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ചിത്രം. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ചെസ് ബോർഡ് പോലെയുള്ള ഒരു വസ്തു. ഓരോ ബോർഡിൻ്റെ അകത്തും ഓരോ കള്ളികളിലും ഒരു കരു പോലെയുള്ള വസ്തു കുത്തി നിർത്തിയിട്ടുണ്ട്. ഈ കരു വിലപിടിച്ച ലാപ്പസ് ലസൂളി, ജാസ്പർ പോലെയുള്ള വസ്തുക്കളാണ്, വിലപിടിച്ച കല്ലുകളാണ്. ഇതെന്തായിരിക്കാം? ഒരു പക്ഷേ ലിംഗാരാധനയുടെ ഭാഗമായിരിക്കാം അതിങ്ങനെ ഓരോ കളത്തിൽ വെച്ചിട്ടുള്ളത്. ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല, കളിക്കാൻ ഉപയോഗിക്കുന്ന കരുക്കളുമായിരിക്കാം. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് ഏകദേശം ഊഹിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം ഈ മതപരമായിട്ടുള്ള വസ്തുക്കൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ടൈം ലൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാം. ഏതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡേറ്റ് എങ്ങനെയാണ്? 2600 BC ഹാരപ്പൻ സിവിലൈസേഷൻ കാണാം നമുക്ക്. 1000 BC എർലി അയൺ മെക്കാലിറ്റിക് കൾച്ചർ. 1000 BCയിലാണ് ഇന്ത്യയിൽ ഇരുമ്പ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരു ടൈം ലൈൻ കൂടിയുണ്ട്. ഈ ടൈം ലൈൻ നിങ്ങൾ പരിശോധിക്കണം, നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഈ ടൈം ലൈനിൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ കാലത്ത് നടത്തിയിട്ടുള്ള ഉത്ഖനനത്തെക്കുറിച്ചാണ്, വർഷമുണ്ട്, ഉത്ഖനനം ആരാണ് നടത്തിയതെന്ന് ഉണ്ട്. ഈ അവസാനത്തെ ടോപ്പിക്ക് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഓക്കെ.